അരയാലിലകൾ പോലും നാമജപത്തിലാണ്. അവ ദേവി മന്ത്രാക്ഷരി ഉരുക്കഴിക്കുന്നു. പ്രത്യക്ഷത്തിൽ ദൈവിക സാന്നിധ്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥലം ഏതാണെന്ന് എന്നോട് ചോദിച്ചു എന്നിരിക്കട്ടെ. ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും, അത് കൊല്ലൂർ ശ്രീ മൂകാംബിക സന്നിധിയാണെന്ന്. കുടജാദ്രിയിലേക്കുള്ള റോഡിൻ്റെ ഇടതുവശത്തും വലതുവശത്തും പാർക്കിംഗ് ആണ്. ഇതിപ്പോൾ കേരളത്തിലെവിടെയോ എത്തിയ പോലെ ഉള്ള ഒരു പ്രതീതിയാണ്. നിറയെ കവുങ്ങുകൾ, നല്ല പച്ചപ്പ്. ദേവസ്ഥാനത്ത് നിന്ന് സൗപർണികയിലേക്കുള്ള വഴിയിലാണ് മനംകുളിർക്കുന്ന ഈ കാഴ്ച. സൗപർണിക പുണ്യം തേടിയെത്തുന്ന ഒരു പോഷക നദിയാണ് ഈ തോട്ടത്തിന് വശത്തുകൂടെ ഒഴുകുന്നത്. കുടജാദ്രിക്കുന്നിൽ നിന്ന് ഔഷധവീര്യം പകർന്നെത്തുന്ന സൗപർണിക. ഇവിടെ ഇളങ്കാറ്റ് പോലും ദേവീമന്ത്രം ഉരുവിടുകയാണ്. സൗപർണികയിലേക്കുള്ള വഴിയിലാണ് ഗരുഡ ഗുഹ. ഗരുഡൻ അഥവാ സൗപർണൻ തപസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു ഇടമാണിത്. കൊല്ലൂരിലെ ശ്രീ മൂകാംബിക ക്ഷേത്ര സന്നിധിയുടെ പരിസരത്തുള്ള ഈ സ്ഥലം പരിപാവനമായി കണക്കാക്കുന്നു. സൗപർണിക ഒഴുകിയെത്തി അക്കാണുന്ന സ്ഥലത്തൊരു കയമായി രൂപപ്പെടുന്നു. അവിടെ നീന്താനും കുളിക്കാനുമൊന്നും അനുമതിയില്ല. തടാകം പോലെയുള്ള ഈ ജലപ്പരപ്പ് കണ്ടാൽ ഒന്ന് നീന്തിത്തുടിക്കാൻ മനസ്സ് കൊതിച്ചു പോകും. എന്നാൽ അടിയൊഴുക്കും ചുഴികളും പതിയിരിക്കുന്ന ഒരു കയമാണിത്. ഈ സ്ഥലത്തെ അപായ മുന്നറിയിപ്പ് നൽകി കയറുകൊണ്ട് കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. പരിചിതമല്ലാത്ത സ്ഥലത്ത് ഇത്തരം അപായ സൂചനകൾ ഒരിക്കലും അവഗണിക്കരുത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി ശ്രീ ശങ്കരാശ്രമം എന്ന ഒരു മഠമുണ്ട്. ഉള്ളിലേക്ക് കയറിയാൽ കാണുന്ന ഗുഹാക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താം. വരദായിനിയായ കൊല്ലൂർ ശ്രീ മൂകാംബിക 3 ഭാവങ്ങളിൽ വാണരുളുന്ന ദേവീസന്നിധി. പുലർച്ചെ മഹാസരസ്വതിയായും ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായും രാത്രി മഹാകാളിയായും ദേവി വിരാജിക്കുന്നു. ദേവിയുടെ രഥചക്രമുരുളുന്ന വഴിയിലൂടെ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന മന്ത്രമുരുവിട്ടുകൊണ്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ കൊതിക്കാത്ത ഭക്തമാനസങ്ങളില്ല. ദേവിയുടെ ആർദ്രനയനങ്ങൾ കൊണ്ടുള്ള കടാക്ഷത്താൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോവാത്ത ദുരിതങ്ങളില്ല. ആ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ ഒരു സാഷ്ടാംഗ പ്രണാമം നടത്തുമ്പോൾ നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നു. ദേവിയുടെ വിരൽ സ്പർശത്താൽ തലവര തന്നെ മാറിപ്പോയ ഒരാളുടെയെങ്കിലും ജീവിതകഥ നമ്മൾ കേട്ടിട്ടുണ്ടാവണം. ശ്രീകോവിലിന് ഉള്ളിലെത്തി തന്നെ കണ്ടു തൊഴുത് കൊതിതീരാത്ത ഭക്തരെ തേടി ദേവി പ്രദക്ഷിണ വഴിയിലൂടെ എഴുന്നള്ളുന്നു. ഭ്രമാത്മകമായ ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ സമയമാണിത്. അഹംബോധവും അഹംഭാവവും അകന്ന് മനസ്സ് ദേവീ ചൈതന്യവുമായി താതാത്മ്യം പ്രാപിക്കുന്ന നിമിഷം.